presence of the Lord. അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I thank God for the beautiful time He's given to us. ഹല്ലേലൂയ. Hallelujah. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഇടപെടുവാൻ ഇടയാകും. When we are sitting in a prayerful attitude in His presence, God will speak to us. നമ്മൾ ഇന്ന് അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് വെളിപ്പാടുകളെ എന്നെ അറിയിക്കണം. You know, when we sit in the presence of the God to listen to what He has to say to us, your prayer should be, God, give me a revelation. Hallelujah. Hallelujah. ഇൻഫർമേഷൻ നല്ലതാണെങ്കിലും അതിനേക്കാളും വേണ്ടിയത് നമുക്ക് റെവലേഷൻസ്. You know, information is a good thing, but what the most important thing you need is a revelation. Hallelujah. Hallelujah. കർത്താവിന്റെ സ്തോത്രം. Hallelujah. അങ്ങനെ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് ആയിരിക്കാം. Let's be in a prayerful attitude in His presence. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. A Christian journey, a Christian life journey is it's a journey. ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് കൃപയിലാണ്. A Christian life begins at grace. ക്രിസ്തീയ ജീവിതം അവസാനിക്കത്തില്ല, അത് അതിൽ മഹത്വത്തിൽ തുടരുന്നതാണ്. It says a Christian life does not come to an end, but it continues to glory, in glory. ആമേൻ. Hallelujah. അപ്പോൾ ക്രിസ്തുവിൽ ഒരുവൻ ആയിത്തീർന്നാൽ അവന് പിന്നെ എൻഡ് എന്നുള്ളത് വരുന്നില്ല, അവന് തുടക്കമാണ്, അത് മഹത്വത്തിലായി. So when someone comes to Christ, that is not an end for someone, but for a child of God, when someone comes to know Christ, that is just a beginning for the life to come ahead. എത്ര പേർക്ക് അത് മനസ്സിലായി? How many of you are able to understand? Hallelujah. Hallelujah. കാരണം ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം സ്വാഭാവികമായി ചോദിക്കാം, അപ്പോൾ മരണം സംഭവിക്കുമ്പോൾ അതോട് തീരത്തില്ലേ എന്ന്. So if that is true, like a Christian life does not have an end, you may ask a question, what when you die, doesn't it come to an end? ഹല്ലേലൂയ. Hallelujah. ഇത് മരണത്തിലും അപ്പുറത്തേക്ക് തുടരുന്നതായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. But a Christian life is a life that continues even after death, and that is the Christian life. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തീയ ജീവിതം കൃപയിൽ ആരംഭിച്ച് മഹത്വത്തിൽ തുടരും. You know, a Christian life, like I said, begins at grace and continues in glory. ആമേൻ. Hallelujah. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ വചനത്തിൽ നമുക്ക് പഠിക്കാം. Let's prayerfully now focus on the word of God. ബട്ട് കൃപയ്ക്കും മഹത്വത്തിനും ഇടയിൽ ഒരുപാട് പുതിയ തുടക്കങ്ങൾ ദൈവം നോക്കുന്നു. You know, between the grace and the glory and the continuing glory, there is a process in between where there are new beginnings. ആമേൻ. Hallelujah. ഓരോ പ്രാവശ്യം പുതുക്കങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം തരും. You know, God will give you certain beginnings in your life. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ഒരു വചനഭാഗം ധ്യാനത്തിനായി നമുക്ക് തിരഞ്ഞെടുക്കാം. യെശയ്യാ പ്രവചന പുസ്തകം 43-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. So for that, to meditate these scripture verses, let's meditate the scripture of Isaiah 43 verses 1. നമുക്കത് വായിക്കാം. ആരെങ്കിലും പരസ്യമായി വായിച്ചാലും. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. But now, this is what the Lord says. He who created you, Jacob, he who formed you, Israel, do not fear, for I have redeemed you. I have summoned you by name, and you are mine. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. All eyes closed. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, Oh Lord, our heavenly Father, അറിവ് സമ്പാദിക്കാനായല്ല ഞങ്ങൾ വന്നത് കർത്താവേ. we haven't come to get great knowledge or information, രൂപാന്തരത്തിൽ നിന്ന് രൂപാന്തരം but we പ്രാപിക്കുവാൻ, have come to go from transformation to transformation. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വരുവാനും വേണ്ടി We have come here to go from holy to holy. അങ്ങനത്തെ ഒരു ജീവിതം ഞങ്ങളുടേത് ആയിത്തീരേണ്ടതിന് വേണ്ടി, Father God, for that our lives become like that. വളരെ പ്രതീക്ഷയോടെ തിരുസന്നിധിയോട് ഞങ്ങൾ അടുത്തു We വരും. have all come with an expectant heart. ഇന്ന് പകലിലും അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ഒന്ന് രൂപപ്പെടുത്തണം. Father God, by today morning, the word that is about to come, Father God, transform our hearts. ഞങ്ങളുടെ ഹൃത്തടങ്ങളിൽ അവിടുത്തെ വചനം വിത്തായി വിതച്ച്, ഹല്ലേലൂയ, അത് വളരുവാൻ അവിടുന്ന് സഹായിക്കണം. Father God, I pray that the word that is about to come will be like a seed that is planted in our hearts, that will grow to be strong trees.
ഇതുവരെയും ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ചില മേഖലകൾ ഇന്ന് പകൽ വചനത്താൽ അത് ഞങ്ങൾക്ക് തെളിവാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Father God, so many times, Father God, there are things that we don't comprehend, we don't understand. But Father God, I pray by the power of the Holy Spirit, we'll be able to comprehend and greater revelations and be transformed by the word. വചനത്തിന്റെ വെളിപ്പാടിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അധിപതി ശക്തികളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. Father God, I pray that anything that is powers of darkness that is standing against your people receiving the revelation, we rebuke it in the name of Jesus. അങ്ങയുടെ ജനത്തിന്റെ വിടുതലിന് വിരുദ്ധമായി നിൽക്കുന്ന ഏത് ശക്തിയാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ അതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. Father God, if there is any powers of darkness that is stopping your children from being set free, we rebuke it in the name of Jesus. അവിടുത്തെ നാമം മഹത്വമെടുക്കണം. Let your name alone be glorified. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name we pray. ആമേൻ. Amen. വളരെ പ്രാർത്ഥനയോടെ വചനം നമുക്ക് ധ്യാനിക്കാം. Let's prayerfully meditate these scriptures. എന്താണ് അവിടെ പറയുന്നത്? What does it say here? ഇപ്പോഴോ യാക്കോബേ. Oh now Jacob. ഹല്ലേലൂയ. വായിച്ചാട്ടെ, മലയാളത്തിൽ ഒരിക്കലും വായിച്ചാട്ടെ. Oh now Jacob, you who created Jacob. ഇപ്പോഴോ യാക്കോബേ, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ആ യഹോവ പറയുന്നത് നമുക്ക് കേൾക്കാം. എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. This is what the Lord says. He who created you, Jacob, he who formed you, Israel, do not fear, for I have redeemed you. I have summoned you by name. You are mine. ഹല്ലേലൂയ. Hallelujah. നിന്നെ സൃഷ്ടിച്ചവൻ ഒരുവനുണ്ട്. Because there is someone who created you. നിന്നെ വീണ്ടെടുത്ത ഒരുവനുണ്ട്. There is someone who redeemed you. ഹല്ലേലൂയ. Hallelujah. നിന്നെ നിർമ്മിച്ചവനായി ഒരുവനുണ്ട്. And there is someone who formed you. ഹല്ലേലൂയ. Hallelujah. നിന്നെ പേര് ചൊല്ലി വിളിച്ചവൻ. And there is someone who has called you by name. ഹല്ലേലൂയ. Hallelujah. അവൻ നല്ല ഷെപ്പേർഡാണ്. And he is a good shepherd. അവൻ നല്ല ക്രിയേറ്ററാണ്. He is a good creator. അവൻ നല്ല ട്രാൻസ്ഫോമറാണ്. He is a good transformer. അവൻ നല്ല റിഡീമറാണ്. He is a good redeemer. ഹല്ലേലൂയ. ആ നല്ല ഇടയൻ പേര് വിളിച്ച് ചൊല്ലി വിളിക്കുന്നവൻ. And that good shepherd calls you and I by name. ഹല്ലേലൂയ. Hallelujah. അവൻ നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്. You know, this person has not just created you. ഹല്ലേലൂയ. Thank you Lord. അവൻ നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നു. He is constantly building you. ബ്രദർ മാർക്ക് ആരാധന ഇവിടെ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞു, he is building his church. And that's why when Brother Mark started the worship, he said he is building his church. Hallelujah. Hallelujah. He is building his people. He is building his people. ദൈവം സൃഷ്ടിക്കുന്നവൻ മാത്രമല്ല, He is not a creator God, just a creator God alone. അവൻ നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നു. He is a builder God also. Hallelujah. Hallelujah. അടുത്തുള്ളവർക്ക് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, ദൈവം പണിതുകൊണ്ടിരിക്കുക. Shake the hands of the person sitting next to you, say, God is building me. Hallelujah. Building you. God is building you. Hallelujah. ദൈവം നിന്നെ പണിതുകൊണ്ടിരിക്കുക. God is building you. ആമേൻ. Hallelujah. എത്ര വിശ്വസിക്കുന്നു? How many of you believe that? നമ്മളെ ദൈവം പണിതുകൊണ്ടിരിക്കുക. That God is building you. യാക്കോബിനെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ, If God created Jacob, യാക്കോബിൽ നിന്ന് ഒരു ഇസ്രായേലിനെ ദൈവം പണിതുകൊണ്ടിരിക്കുക. and God is building an Israel from Jacob. എത്ര മനസ്സിലായി? How many of you are able to understand? കാരണം ഇതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കണം. For you to understand what I said now, you need to understand the context. അതുകൊണ്ട് നിങ്ങളുടെ ചിന്ത വളരെ ശ്രദ്ധേയമായി ഈ വചനത്തിലായിരിക്കും. So for you to understand the context, your attention should be to my word. ദൈവം യാക്കോബിനോട് പറയുക, God is telling Jacob, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്. I created you. ഹല്ലേലൂയ. എന്നാൽ നിന്നിൽ നിന്ന് ഞാൻ ഒരു ഇസ്രായേലിനെ നിർമ്മിക്കുകയാണ്. But from you I will create an Israel. Hallelujah. Hallelujah. അതാണ് അവിടെ പറഞ്ഞത്. That is what it said here. But now this is what the Lord says, he who created you Jacob, he who formed you Israel. Hallelujah. യാക്കോബിനെ ദൈവം പണിതു, യാക്കോബിൽ നിന്ന് ഒരു ഇസ്രായേലിനെ ദൈവം പണിതു. God created Jacob, and from Jacob he formed Israel. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. അതിപ്പോ പറയും, ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. And he said, I am your redeemer. ഹല്ലേലൂയ. അപ്പോ സൃഷ്ടിയെ
പണിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God that constantly builds His creation. ഹല്ലേലൂയ. Hallelujah. സൃഷ്ടിയിൽ നീ ആരായിരുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ല. It doesn't matter what you are in creation. എന്നാൽ ദൈവം പണിതെടുത്തപ്പോൾ നീ ആരായി തീർന്നു എന്നുള്ളതിനാണ് പ്രസക്തി. But what matters in creation is what God has built you to be. ഹല്ലേലൂയ. Hallelujah. That is what important. And that is the important. ഹല്ലേലൂയ. സൃഷ്ടിയിൽ നീ ആരായിരുന്നോട്ടെ, It doesn't matter what you are in creation. സൃഷ്ടിയിൽ നീ എവിടെ വേണമെങ്കിലും നീ സൃഷ്ടിക്കപ്പെടട്ടെ. It doesn't matter where you are created in this ചിലപ്പോൾ creation. നിന്റെ ജനനം ഭാരതത്തിലായിരുന്നു. Sometimes you might be born in India. അല്ലെങ്കിൽ ചിലപ്പോൾ നീ ന്യൂസിലാൻഡിൽ Sometimes you ജനിച്ചവനായിരിക്കും. might be born in New Zealand. അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിലായിരിക്കും നിന്റെ ജനനം Sometimes you would സംഭവിച്ചത്. have been born in somewhere else in the world. അതൊന്നും പ്രസക്തമല്ല. That is not relevant here. അല്ലെങ്കിൽ ദൈവം നിന്നെ പണിയുമ്പോൾ നീ ആരാകുന്നു എന്നുള്ളതാണ് Here പ്രസക്തി. what is important is who God is building you to become. ഹല്ലേലൂയ. Hallelujah. ദൈവം യാക്കോബിനെ വ്യത്യസ്തമായ വ്യക്തിയാക്കി മാറ്റുകയാണ്. Because God has now transformed Jacob to be a different person. ഹല്ലേലൂയ. യാക്കോബിനെ ഇസ്രായേലായി ദൈവം മാറ്റുകയാണ്. God changed Jacob to Israel. അതിന്റെ അർത്ഥം God can change every person. That means God can change every person. Nothing is impossible for God. Nothing is impossible for God. ഹല്ലേലൂയ. ദൈവത്തിനെ എന്നെ വ്യത്യസ്തനാക്കുവാൻ സാധിക്കും. God can make you and I a different person. എന്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥനയോടെ എഴുതിച്ചേരണം കേട്ടോ. Come with me with prayerful attitude. Come with me to the words I'm about ഈ to say. വചന ചിന്തയിൽ മറ്റ് ചിന്തകളൊന്നും കടന്നു വരരുത്. You know, when you're listening to the word, don't let other thoughts come into അപ്പൊ your head. വചനത്തിന്റെ മുഴുവൻ ബലത്തോട് നിനക്കൊരു ബലം ഉള്ളിൽ കരുത്തായി മാറും. Because when you listen to the word with full attention, the full power of the word of God will come to you. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് വചനത്തോട് നമ്മൾ ഹല്ലേലൂയ പ്രതികരണം ചെയ്തുകൊണ്ടിരിക്കും. So you need to respond to the word that you're hearing. God can change every person. God can change every person. പറഞ്ഞാട്ടെ, എന്നെ ദൈവത്തിന് വ്യത്യസ്തനാക്കുവാൻ കഴിയും. Say to yourself, God can change me. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ. Say to yourself, God can change me. God can change me. God can change me. ഉച്ചത്തിലൊന്ന് പറഞ്ഞാട്ടെ. Say it loudly. God can change me. Hallelujah. പോരാലോ. Say it loudly. God can change me. ഹല്ലേലൂയ. നമ്മുടെ ശബ്ദം ഒന്ന് നമുക്ക് അവിടെ ഹല്ലേലൂയ. ഓഡിയൻസ് പറഞ്ഞാട്ടെ. Okay. ഹല്ലേലൂയ. God can change me. പറഞ്ഞാട്ടെ. God can change me. ഹല്ലേലൂയ. God can change my family. God can change my family. God can change my hallelujah person. God can change my personality. Hallelujah. Hallelujah. ദൈവത്തിന് എന്നെ വ്യത്യസ്തനാക്കുവാൻ കഴിയും. God can transform you. ദൈവത്തിന് എന്നെ മാറ്റുവാൻ കഴിയും. God can change you. So if you are ready to submit yourself to the hands of God, total life, if you submit to God's hand in the potter's hand, He will shape you. If you submit your life totally into the hand of the potter, he will transform you. And you have to say, Lord, I admit that I am a clay. You have to admit with your mouth and say, God, I am a clay. But you are a potter. But you are the potter. You are the potter, I am a clay. You are the potter and I am the clay. That is why I love the beautiful song. And that is why I love the beautiful song. Change my heart, Lord. Change my heart, Lord. Change my heart, oh Lord. Make it ever true. Change my heart, oh Lord. May I be like you. Change my heart. Change my heart, oh Lord. Make it ever true. Change my heart, oh
admit you are a clay and the potter will mold you? Are you today morning ready to admit that you are the clay and you're going to give yourself into the hand of the potter who will shape you? നമുക്ക് യാക്കോബിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. We will go into the history of Jacob. അപ്പോൾ ഈ വായിച്ച ഭാഗത്തിന്റെ പ്രസക്തി എന്തെന്ന് So മനസ്സിലാക്കുക. you will understand the scripture we read. ഹല്ലേലൂയ. യാക്കോബിനെ ദൈവം സൃഷ്ടിച്ചതാ. You know, Jacob was someone God created. നമുക്കെല്ലാവർക്കും അറിയാം ഇസാക്കിന് 12 മക്കളുണ്ടായി. We understood that Isaac had 12 children. ഹല്ലേലൂയ. അതില് കർത്താവിന്റെ സ്തോത്രം ട്വിൻ ചിൽഡ്രൻ ആണ് ഏശാവും യാക്കോബും. And out of the 12, there were only the twins, that was Jacob and Esau. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഈസോ ആണ് ഫസ്റ്റ് ബോൺ, പിന്നെ യാക്കോബാണ് യംഗർ സൺ. Yeah, out of the twins, Esau came out first and Jacob came second. So Esau is the elder and Jacob is the brother. ഹല്ലേലൂയ. അപ്പോൾ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ അമ്മയുടെ ഗർഭത്തിൽ ട്വിൻസ് ആണ്. So that means when you study the word, you'll understand that in the wife, Isaac's wife's womb, there are twins. ഹല്ലേലൂയ. Hallelujah. ബൈബിൾ പറയുന്നു ഗർഭത്തിൽ ശിശുക്കൾ ഹല്ലേലൂയ ശണ്ട ഉണ്ടാക്കും. In the Bible it says the twins were fighting with each other in the mother's womb. ഹല്ലേലൂയ. Hallelujah. ബൈബിൾ അതിനെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. It's clearly mentioned in the Bible. ഉദരത്തിൽ കിടക്കുമ്പോഴേ ഗർഭത്തിന്റെ ഉള്ളിൽ പ്രശ്നം. You know, even in the mother's womb, problems started. ചിലവർ ഉള്ളിലും പ്രശ്നം പുറത്തു വന്നാലും Some people are problem inside the womb and also outside. ഹല്ലേലൂയ. Hallelujah. ഇവിടെ ഈ കുഞ്ഞുങ്ങളെ തമ്മിൽ പ്രശ്നമാണ്. And here the babies are fighting with each other. അപ്പൊ അമ്മയ്ക്ക് ഈ പ്രശ്നം സഹിക്കാൻ പറ്റില്ല. And the mother can't bear these twins fighting. അപ്പൊ ഇതൊരു സ്റ്റോറിയാ കൂടെ വരണം. This is a story. This is history. You need to come with me. അപ്പൊ അമ്മ ഇത് സഹിക്കാൻ പറ്റാതെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഹല്ലേലൂയ, ദാനമൊക്കെ ശരിയാണ് എങ്കിലും ഹല്ലേലൂയ എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല, എന്താണ് കർത്താവേ ഇതിന്റെ പ്രശ്നം? You know, the mom started saying, thank you God for the blessing, but they're fighting and I can't bear it. What is the problem with these kids? അതെ, പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് അടുക്കുന്നത് നല്ലത്. You know, when problems come, it is good to go to God. ഹല്ലേലൂയ. അപ്പൊ അമ്മ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഈ ഗർഭാവസ്ഥയിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അടി കൂടുക. And the mother is telling to God that these twins are fighting and I can't bear it. Why are they fighting? അപ്പൊ ദൈവം അമ്മയോട് പറഞ്ഞു, And God said to the mother, ഹല്ലേലൂയ, ഉള്ളിൽ നിന്റെ ഉള്ളിൽ ജാതമായിരിക്കുന്നത് രണ്ട് ജാതികൾ. God said to the lady, to the mother, that in your womb you have two nations. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പൊ ഒന്ന് ആത്മാവിനാൽ ജനിച്ചതാണ്, മറ്റൊന്ന് ജഡത്തിൽ ജനിച്ചതാണ്. It says one nation was born in spirit, one nation is born by flesh. അപ്പൊ ആത്മാവും ജഡവും, Flesh and spirit. ആത്മീകവും ജഡീകവും Spiritual and physical. ഒരുമിച്ച് പോകുന്നില്ല. It doesn't go together. Make sense? ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ജഡീകവും ആത്മീകവും ഒരുമിച്ച് പോകില്ല. Meaning, your physical nature and your spiritual nature will not go together. ഹല്ലേലൂയ. Hallelujah. സ്പിരിച്വൽ നേച്ചർ എപ്പോഴും ഹല്ലേലൂയ, ആത്മീകമായിരിക്കുന്ന പ്രകൃതി എന്ന് പറയുന്നത് എപ്പോഴും വിശുദ്ധിയും സന്തോഷവും ദൈവിക സാന്നിധ്യം കൊതിക്കും. You know, a spiritual nature of a person will always desire to be holy, to be happy, to be always in the presence of God. ഹല്ലേലൂയ. അപ്പോൾ ജഡീക പ്രാകൃതം എന്ന് പറയുന്നത് എപ്പോഴും ലോകമാണ്. You know, but your physical nature will always be influenced by the world you live in. ആമേൻ. Amen. അപ്പോൾ ഈ ഗർഭത്തിലുള്ളത് ഇപ്പോൾ ഒന്ന് ജഡീകവും ഒന്ന് ആത്മീകവും. So now in the mother's womb there is one spiritual and one worldly or physical. ഹല്ലേലൂയ. Hallelujah. ആത്മാവിൽ ജനിക്കുന്നു, One ജഡത്തിൽ ജനിക്കുന്നു. One was born by spirit and one was born by flesh. ഹല്ലേലൂയ. Hallelujah. Thank you Lord. Thank you, Lord. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ജെനസിസ് ചാപ്റ്റർ 26 ലേക്ക് So let's turn your Bible to Genesis chapter 26. ഹല്ലേലൂയ. ബൈബിൾ എന്താ അവിടെ പറയുന്നത് നമുക്ക് നോക്കാം. We'll see what the Bible says. ഹല്ലേലൂയ. ജെനസിസ് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ 26 പറയുന്നത് അകത്ത് കിടക്കുമ്പോൾ തന്നെ ഇത് പ്രശ്നമായിരുന്നു എന്നാണ് അവിടെ കാണുന്നത്. Genesis chapter 25 verses 26 says, after this when the time came for her to give birth, there were twin boys in her womb. The first to come out was red. Sorry, I think that. വായിച്ചത് അത് After വായിച്ചത്. this, his brother came out with his hand And they grasped adopted each other's. ആ. Okay, 21.
Isaac prayed to the Lord on behalf of his wife because she was childless. The Lord answered his prayer and his wife Rebekah became pregnant. The babies jostled each other within her and she said, "Why is this happening to me?" അപ്പൊ യുദ്ധം നടക്കുക. അമ്മ ചോദിക്കുക, കർത്താവ് എന്താണിത്, എന്താണ്? The mother is crying out to God and saying, "Why is this happening to me?" എന്നിട്ട് വായിച്ചാൽ, So the Lord said to her, So the Lord said to her, "Two nations are in your womb." ആമേൻ. Hallelujah. Ah. And two people from within you will be separated. ആ. One people will be stronger than the other, Ah. and the older will serve the younger. നോക്ക്, ഇവിടെ ഒരു ഫുൾഫിൽമെന്റ് നടക്കാൻ പോകും. So here you are going to see a fulfillment. ദൈവം പറയുകയാണ്, God is saying, the older will serve the younger. the older will serve the younger. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈശു ആണ് ഫസ്റ്റ് ബോൺ എന്ന് ഞാൻ So I പറഞ്ഞല്ലോ. told you Esau was the firstborn. He is the elder. So he is the elder, The younger is Jacob. and the younger one is Jacob. അപ്പോ ഈശോ the elder will serve younger one Jacob. യാക്കോബിനെ ഹല്ലേലൂയ സേവിക്കും എന്നാണ് വചനം പറയുന്നത്. So when this word came, what it meant was Esau will serve the younger one, Jacob. അപ്പൊ ഉള്ളിൽ പ്രശ്നം നടക്കുക. So there is a battle that's going on in the mother's womb. അപ്പൊ ഡെലിവറിക്ക് സമയമാണ്. And now the time for delivery has come. അപ്പൊ ആ ഡെലിവറി സംഭവിക്കുമ്പോഴും And when the delivery is happening, ഈ കുഞ്ഞ് പുറത്തു വരുന്ന സമയത്ത്, അതായത് ഈശോയുടെ കുതികാല് പിടിച്ചാണ് അല്ലെങ്കിൽ ബ്രദർ ആര് വരുന്നത്, യാക്കോബ് പുറത്തു വരുന്നത്. and you know, even in the mother's womb, when the mother is about to give delivery, Jacob holds on to the leg of the elder brother and tries to come out. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Are you able to understand? ഹല്ലേലൂയ. അപ്പൊ പുറത്തേക്ക്, ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ തന്നെ ഹല്ലേലൂയ, ഈ ഇളയവൻ അത് മൂത്തവനെ പിടിച്ചവന്റെ കാല് പിടിച്ച് ഞാൻ മുന്നിൽ വരണം എന്നുള്ള ഒരു അതിന്റെ കോമ്പറ്റീഷൻ. Even in the mother's womb, the children are battling on who is going to be the first one. So the younger one is holding on to the legs of the elder one and saying, "Not you, I want to go first." അവിടെ തന്നെ അവന്റെ സ്വഭാവത്തെ ഒന്ന് കാണണേ. So in the mother's womb itself, see the attitude of Jacob. അതിന് യാക്കോബ് ഇനിയും പുറത്തു വന്നിട്ടില്ല. He has not even come out. പുറത്തു വരുമ്പോൾ തന്നെ അവനൊരു കോമ്പറ്റീഷനാണ്. And even during coming out itself, competition. അർത്ഥം ഇവനൊരു പ്രശ്നക്കാരനാണ്. Meaning he is going to be a troublemaker. ഇവൻ വലിയ പ്രതികൂലങ്ങൾ That ഉണ്ടാക്കുന്നവനാണ്. he will create a lot of ruckus. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാനുള്ളത് ഒരു ഇൻഫാന്റ് ബേബിക്ക് അങ്ങനെ ഒരു ചിന്താഗതി വരണമെങ്കിൽ അതിന്റെ ഉള്ളിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താ? Just imagine, look at a baby. Just imagine a baby fighting with each other to come out. Just imagine that spirit that baby is having in a mother's womb. ഹല്ലേലൂയ. Hallelujah. ഗർഭത്തിൽ പ്രശ്നക്കാരൻ, Trouble from a mother's womb. ഉള്ളിൽ പ്രശ്നക്കാരൻ, He is a trouble inside his mother's പുറത്ത് womb. വന്നപ്പോഴും പ്രശ്നക്കാരൻ. When he came out, he's still a problem. വേഷം മാറിയവൻ, വേഷന്റെ മാറിയവൻ, he changed his personality. ഭാഷ മാറിയവൻ, His language changed. ഹല്ലേലൂയ, പോസ്റ്റ് പറയുന്നവൻ, And he started saying abusers. ഹല്ലേലൂയ, ചതിയനായവൻ, He was a person who used to deceiver. And ഇങ്ങനെയുള്ള ഒരു യാക്കോബിനെയാണ് ദൈവം ഇസ്രായേലാക്കി മാറ്റുന്നത്. it is such a Jacob who was a deceiver that God transformed and made Israel. ഹല്ലേലൂയ. Hallelujah. ഇസ്രായേൽ എന്ന് പറയുന്ന നേഷൻ തന്നെ അങ്ങനെ ഉത്ഭവമാകുന്നത്. That is how Israel, the nation, came to be. ഹല്ലേലൂയ. ഒരു യാക്കോബിൽ നിന്നാണ് ഒരു ഇസ്രായേൽ ആകുന്നത്. From Jacob came Israel. ഹല്ലേലൂയ. Hallelujah. കർത്താവിന്റെ സ്തോത്രം. God be the glory. Thank you Lord. Thank you, Lord. നിങ്ങൾ എന്റെ കൂടെ വരണം. You need to journey with me now. ഹല്ലേലൂയ. അപ്പോ ഭയങ്കര പ്രശ്നക്കാരനെയാണ് ദൈവം മാറ്റിയെടുത്തത്. So it was a troublemaker that God transformed and made into Israel. ഹല്ലേലൂയ. Hallelujah. ഒരു ദിവസം ഇവൻ സ്വന്തം അഭിപ്രായത്തിൽ അവൻ തന്റെ വീട് വിട്ടു. And you know, out of his own accord, he left the house when he grew up one day. എന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ അവന്റെ തീരുമാനമായിരുന്നു വീട് വിടുക എന്ന്. That was his decision to leave the house. എന്നാൽ ദൈവത്തിന്റെ തീരുമാനമായിരുന്നു അവനെ പിടിക്കുക. But it was God's decision to get hold of him. ഹല്ലേലൂയ. Hallelujah. ദൈവം അവനെ പിടിച്ചു. And when God caught hold of him, ദൈവം ഇവന്റെ സ്വഭാവത്തെ മാറ്റുവാനാകും. and God wanted to transform his behavior. ദൈവം ഇവനെ അതിനുവേണ്ടി ലാബാൻ അവന്റെ അങ്കിളുടെ വീട്ടിലേക്ക് പറഞ്ഞു. And for transformation, God sent him to Laban, his uncle's For house. long 18 years. For 18 years. അവിടെയാണെങ്കിൽ ഇവൻ മാറ്റം സംഭവിക്കുമോ എന്ന് ദൈവം ചിന്തിച്ചു. And God thought that there in his uncle's house he will be transformed. ഹല്ലേലൂയ. ദൈവം കാത്തിരുന്നു ഇവൻ ഇപ്പം മാറും. God waited patiently for him to be transformed. അവനൊരു മാറ്റം But സംഭവിച്ചു. he was not transformed. ഹല്ലേലൂയ. Hallelujah. എന്നാൽ അവന്റെ അങ്കിൾക്ക് മാറ്റം സംഭവിച്ചു. But his
uncle got transformed. Hallelujah. Hallelujah. അങ്കിൾ അമ്മായിപ്പനായി മാറി. And his uncle became his father-in-law. അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു. That is the only transformation. ഇവനൊരു മാറ്റം സംഭവിച്ചില്ല. There is nothing that changed with this fellow. ഇവന്റെ അങ്കിൾ മാറ്റം സംഭവിച്ചു. His uncle changed the roles, but this guy remained the same. ഇവൻ അവിടെയും മിടുക്കനാണ്. He is smart even there. ഇവൻ Also. അവിടെ അതിമിടുക്ക. He is super smart even in his uncle's house. Hallelujah. Hallelujah. അങ്ങോട്ട് പോയപ്പോ അങ്ങളുടെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാണ് പോയത്. And he went. He said, "I'm going to my uncle's house." അത് തിരിച്ചു വന്നപ്പോൾ പറയാം അമ്മായിപ്പന്റെ വീട്ടിലാണ്. When he came back, he said, "I came from my father-in-law's house." അത്രയും മിടുക്കനാണ്. He's so smart that he made his uncle into a father-in-law. Hallelujah. എന്നാൽ ഇങ്ങനെയുള്ളവനെ ദൈവം പിടിക്കും. But it is people like this God will get Hallelujah. hold of. Hallelujah. ദൈവം അവനെ പിടിച്ചു. And God got hold of him. യാക്കോബ് യാക്കോബ് ദൈവത്തിന്റെ പദ്ധതിയിലുണ്ടായി. And because Jacob was in the plan of God. എല്ലാവരും ശ്രദ്ധിച്ച് Now കേൾക്കണം. listen to me carefully. യാക്കോബ് ദൈവത്തിന്റെ പദ്ധതിയിൽ കിടക്കുന്നു. Jacob was in the plan of God. Hallelujah. Hallelujah. യാക്കോബേ യാക്കോബേ. And God said, "Jacob, Jacob, മോശയ്ക്ക് മുൾപ്പടർപ്പിൽ ഞാൻ വെളിപ്പെടുമ്പോൾ I appeared in a bushfire for അവനോട് Moses. ഞാൻ പറയുന്നത് Do നിനക്കറിയാമോ? you know what I said to Moses? ഞാൻ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് Do അറിയാമോ? you know how I addressed him? ഞാൻ അബ്രഹാമിന്റെയും I am Abraham's. ഹല്ലേലൂയ ഞാൻ ഇസ്ഹാക്കിന്റെയും I am Isaac's. എന്നിട്ട് നിന്റെയും പേര് ചേർത്താ ഞാൻ അഡ്രസ് ചെയ്യാൻ And പോകുന്നു. I'm going to add your name. I'm going to address myself. അങ്ങനെ ഒരു നിന്റെ അഡ്രസ്സിൽ ഞാൻ മറ്റിന്റെ കെയർ ഓഫിൽ ഞാൻ മറ്റുള്ളവന് വെളിപ്പെടണമെങ്കിൽ നീ ആദ്യമേ രൂപാന്തരപ്പെടണം. For me to be known by your name to others, you need to be transformed. ഹല്ലേലൂയ. Hallelujah. ഞാൻ അബ്രഹാമിന്റെ ദൈവം എന്ന് പറയാൻ എനിക്ക് അഭിമാനമാണ്. You know, God says to Jacob, he said, "I am proud to call Abraham my ഞാൻ son. ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറയാൻ എനിക്ക് I am അഭിമാനമാണ്. proud to call myself the father of Isaac." നീ യാക്കോബ് പ്രശ്നക്കാരനെ നീ നിന്റെ ദൈവം ഞാനെന്ന് പറയണമെങ്കിൽ നിനക്കൊരു രൂപാന്തരം വേണ്ടേ? But God is telling Jacob, for me to be called your father, you need to be നീ transformed. നിനക്കൊരു മാറ്റം വേണം. You need to be നിനക്കൊരു transformed. വ്യത്യാസ അനുഭവം വരണം. Jacob, you need to be changed. നിന്നിലൊരു ചേഞ്ച് ഉണ്ടാകണം. You need to be changed. അത് കുതികാൽ പിടിച്ചവൻ, You need. കാല് പിടിച്ച ഹീൽ പിടിച്ചവൻ, Jacob is the one that held on to the heel of his brother. പ്രശ്നക്കാരനായവൻ, He is a troublemaker. വേഷം മാറിയവൻ, He changed his dresses. ഭാഷ മാറ്റിയവൻ, He changed his language. പോസ്റ്റ് പറഞ്ഞവൻ, He used to hear against us. സ്വാർത്ഥതയെ മുന്നിൽ He നിർത്തിയവൻ. was a selfish person. അവന്റെ ദൈവമെന്ന് ദൈവത്തിന് എങ്ങനെയാ പറയാൻ കഴിയുന്നത്? How can God say, "I am his father"? ഹല്ലേലൂയ. അതുകൊണ്ട് അവനൊരു മാറ്റം വരണം. God now desires to be transformed so that he So I can. have to change you so that I can say that I am a God of Jacob. You need to be changed so I can say that I am God of Jacob. പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ഇടപെടുകയാണ്? God is speaking to someone in this place. പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ഇടപെടുകയാണ്? God is speaking to someone in this place. അതിന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ആരോട് സംസാരിക്കുകയാണ്? God is speaking to someone in this place. അതിന് ഒരു വ്യക്തി തലയിൽ വന്ന് കൈതൊട്ട് സംസാരിക്കുന്ന അതിന് ഈ രീതിയിൽ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. Just like how a person comes and lays hands on you and prays. ദൈവത്തിന് എവിടെയൊക്കെയോ കേട്ടുകൊള്ളണമേ, ദൈവത്തിന് എവിടെയൊക്കെയോ ഏതെല്ലാം മേഖലകളിൽ നിന്റെ കെയർഫിൽ വെളിപ്പെടുവാൻ ആഗ്രഹമുണ്ട്. God, listen to me carefully. God wants to be known in certain aspects of your life as your God. Hallelujah. Hallelujah. ദൈവത്തിന് ഏതൊക്കെയോ മേഖലകളിൽ നിന്റെ കെയർഫിൽ അറിയപ്പെടുവാൻ ആഗ്രഹമുണ്ടെന്ന്. That God wants to be glorified as your God in certain aspects of your ഈ life. കാലത്ത് 2024 അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല. അല്ലെങ്കിൽ ഇസാക്കിന്റെ ദൈവം എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല. ഇന്ന് നിന്റെ പേര് ചൊല്ലി നിന്റെ ദൈവം എന്ന് പറഞ്ഞ് അവന്റെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. Today morning, let me tell you, there is not relevance when you say there is God of Jacob or God of Abraham, but God wants to be known as saying, "I am his or her God." Hallelujah. Hallelujah. ബ്രദർ അലന്റെ നെയ്ബറിന് അബ്രഹാമിനെ അറിയത്തില്ല, ബ്രദർ അലനെ അറിയത്തുള്ളൂ. My neighbor does not know Abraham in the Bible, but he only knows me. Hallelujah. Hallelujah. Oh, hallelujah. ബ്രദർ അലന്റെ നെയ്ബറിന് അലനാരെന്നറിയാം, ആശിമാരെന്നറിയാം. My neighbor knows me and my wife Ashima. Hallelujah. Hallelujah. Oh, കർത്താവിന്റെ സ്തോത്രം. Hallelujah. ബ്രദർ ഫിന്നിയുടെ നെയ്ബറിന് ബ്രദർ ഫിന്നിയാരെന്നറിയാം, ബ്ലെസ്സിയാരെന്നറിയാം. Brother Finney's neighbor know Brother Finney and Blessy. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓരോരുത്തരുടെ പേരുകൾ വെച്ച് നോക്കുക. നിന്റെ നെയ്ബേഴ്സിന് നിന്നെ അറിയാം. Look at all your names today. All your neighbors know who you are. കർത്താവ് നിന്റെ കെയർഫിൽ അറിയപ്പെടാൻ And ആഗ്രഹിക്കുന്നു. God wants to be known as your ഓ, God. നിന്നിൽ ഒരു വ്യത്യാസമുണ്ടായാൽ നിന്റെ പേരിൽ കൂടി ദൈവം അറിയപ്പെടും. And if there is a transformation that happens in
honor to say, I am your God. Hallelujah. Hallelujah. Are you ready for your God to reveal your neighbor on your carer? Are you ready for God to reveal to your neighbors and your friends? that God is waiting for a change. God is waiting for a change from you. God is waiting for a change happening in your life. God is waiting for a change happening in your life. Hallelujah. Hallelujah. You and I need to come in line with God's plan. You need to come and I need to come into align with God's plan. Hallelujah. യാക്കോബേ, നിന്നിൽ രൂപാന്തരം വരാതെ കണ്ട് നിന്റെ പേരിൽ ദൈവത്തിന് അറിയപ്പെടാൻ കഴിയില്ല. Jacob, unless you are transformed, I don't want to be known as your God. ദൈവം യാക്കോബിനെ പണിയുവാൻ തീരുമാനിച്ചു. And now God decided to build Jacob. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ ദൈവം യാക്കോബിനെ യാബോക്ക് നദിയുടെ തടാകത്തിൽ കൊണ്ടുപോയി. And God then transformed and brought Jacob to a lake, a river. ഒരു രാത്രിയിൽ മുഴുവനും യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തം ചെയ്തു. And one full night they were fight. God and Jacob ദൈവത്തിന്റെ ദൂതനുമായി മൽപ്പിടുത്തം ചെയ്തു. God with an angel of the Lord and Jacob, they were wrestling throughout the night. Genesis chapter 30 to the whole chapter from verse 22 following till 30. Genesis chapter 22 verses 22 following to 30 talks about the wrestling with Jacob. Hallelujah. വലിയ ഒരു യുദ്ധം നടക്കുകയാണ്. There is a big battle that is happening between the angel of the Lord and Jacob. യാക്കോബ് ഇത്രയും നാൾ ഓർക്കുന്നത് ഞാൻ വലിയ ശക്തനെന്നാണ്. Jacob until now is thinking that he is something great. Hallelujah. എനിക്ക് എന്തൊക്കെ മിടുക്കുണ്ടെന്ന് അവൻ He ചിന്തിക്കുന്നു. is thinking and he's telling himself, I have so many skills. Hallelujah. Hallelujah. എന്നാൽ യാബോക്കിന്റെ തടാകത്തിൽ വെച്ച് ദൈവം അവനെ തൊടുകയാണ്. But on the river side, a bank of the river, God touches him. Jabuk, Jabuk, the river of Jabuk. river of Jabuk. Hallelujah. A place of separation. There is a place of separation, A place of surrender. a place of surrender, A place of struggle. a place of struggle, A place of supernatural transformation. a place of supernatural transformation, വലിയ വ്യതിയാനങ്ങൾ കൊണ്ടുവരുന്ന ഒരു തടാകം. a place where supernatural transformation. ഹല്ലേലൂയ. ഓ സ്വാർത്ഥതയിൽ നിന്ന് ഒഴിഞ്ഞ് ഹല്ലേലൂയ കൊടുക്കുന്ന ഒരു തടാകം. A place where selfness is rolled away. ഹല്ലേലൂയ. Hallelujah. ദൈവം ആ തടാകത്തിൽ വെച്ച് ദൈവത്തിന്റെ ദൂതൻ അവനെ തൊട്ടു എന്ന് ബൈബിൾ The പറയുന്നു. Bible says in that river bank, the angel of the Lord touched him. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ ഒറ്റയാണ്. Sometimes God will make you come by yourself, stand somewhere alone. Amen. Hallelujah. എന്തിനാണെന്നറിയാമോ? Do you know why God will take you and make you feel alone? നിന്നെ എന്തോ പണിതെടുക്കാം. Because He wants to build you. Hallelujah. Hallelujah. ചില സന്ദർഭങ്ങളിൽ ദൈവം നിന്നെ ഐസൊലേറ്റ് ആക്കും. Some situations God will allow for isolations to happen in your life. പരിശുദ്ധാത്മാവിന്റെ The തൊടുകയും Holy Spirit is speaking to someone in this place. നിന്റെ വീട്ടിൽ നിന്റെ ജീവിതത്തിൽ മറ്റാരുടെ സഹായം കാണാത്ത ഒരു സാഹചര്യം. You know, there might be a situation God's allowed where you might not see any hand of helping even from your own family. Hallelujah. Now Jacob and God alone in the riverside. Now on the riverside, now Jacob is alone by himself with himself and God. വേറെ ആരും അവിടെ. There is no one else in that place. വേറെ ആരും അവിടെ. There is no one else in that place. വേറെ ആരും അവിടെ. There is no one else in that place. ആത്മാവിന്റെ ഇടപെടലിന് ഇന്ന് പകൽ കർത്താവിന്റെ സ്തോത്രം ഈ വചനമായി പരിശുദ്ധാത്മാവ് ആരോടോ തൊട്ട് ഇടപെടുക. The Holy Spirit is speaking this message to someone in this place. നിന്നെ ഒറ്റയാക്കുന്ന ഒരു അനുഭവം. A situation in your life where you feel ആരും നിന്റെ കൂടെ നിൽക്കാത്തൊരു അനുഭവം. a situation in your life where not even your friends or families are around with you. നിന്നെ സഹായിക്കുവാൻ ആരുമില്ല. A situation in your life where there is no one to help you. നിന്നെ തുണയ്ക്കുവാൻ ആരുമില്ല. There is a situation in your life where there is no one to നിന്റെ even കൂടെ encourage you. നിൽക്കുവാൻ ആരുമില്ല. A situation in your life where there is no one to encourage you. നിന്റെ കൂടെ ഇരുന്നവർ നിന്നെ മറന്നു കളയും. That the people that you sat next to has forgotten you. ഹല്ലേലൂയ. നിന്റെ കൂടെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞവർ നിന്നെ വിട്ടു പോയി. And the people that said I will live with you forever has gone. നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞവർ കൈവഴി. The people that said I will help you has not helped you. ഹല്ലേലൂയ. at all. ഇപ്പോൾ നിന്റെ അവസ്ഥ നീ ഒറ്റയാണ്. Because now your situation that you're currently in, you are ഇന്ന് പകൽക്കാലം ആരെങ്കിലും അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. If anyone sitting in this place is feeling alone, ഹല്ലേലൂയ. ആരെങ്കിലും അയ്യോ എനിക്ക് ആരും ഇല്ലല്ലോ എന്നുള്ള if ചിന്താഗതിയിലായിരിക്കും. anyone sitting in this place is feeling that no one is എനിക്ക് എന്തിനാ കർത്താവേ ഈ അവസ്ഥ എന്ന് നീ ചോദിക്കുന്നു. if you're asking God, why am I going through this situation? പരിശുദ്ധാത്മാവ് പറയുക ഞാൻ നിന്നെ പണിതെടുക്കുന്ന പ്രോസസ്സാണ്. The Holy Spirit is speaking loudly and clearly and saying to you that you are in a season of your life where God is building you. പരിശുദ്ധാത്മാവ് നിന്നെ പണിതെടുക്കുകയാണ്. Because the Holy Spirit is building you. എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്ത അനുഭവത്തിൽ ഞാൻ ആയിരിക്കുന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ
ഇടപെടുകയും If you feel like you're a person that you have everything, എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് എന്തിനാണ് ഇത് ഇടപെടുന്നത്. if you have a feeling in your life that you have everything but you're feeling എന്നാൽ empty, എന്റെ കർത്താവ് നിന്നെ മാനമാക്കുവാൻ പോകുകയാണ്. but because let me tell you, but God has put you alone because He wants to ദൈവം honor നിന്നെ you, പണിതെടുത്തോണ്ടിരിക്കുക. because God is building you. നിന്റെ കരച്ചിലുകൾ ഒരു പണിയാണെന്ന് മനസ്സിലാക്കുക. Remember, the tears that you shed from your eyes is a building tool, ഇപ്പോഴത്തെ ലെവലിലല്ല കാണുവാൻ പോകും. നിന്നെ മഹത്വമാക്കാൻ ദൈവം because you're ആഗ്രഹിക്കുന്നു. not going to see yourself in the same level. God is going to see you in another level. Hallelujah. Hallelujah. Oh, thank you Lord. Thank you, Lord. ആര് നിന്നെ കൈവിട്ടാലും കൈവിടാത്ത ഒരു കർത്താവച്ചന്റെ കരം നിന്റെ കൂടെ എപ്പോഴും ഉണ്ട്. Let me tell you, if other people have left you aside, let me tell you, there is a God that never leaves you. Hallelujah. God brings us to a place where we must be alone sometime. God will bring you into a situation in your life where you will have to be alone. Now there is nobody near to Jacob. Now there is nobody near to Jacob. His wife went. His wife went. He has sent his wife. He has sent his wife He away. has sent his children He away. has sent his children away. He has sent his possession away. He has sent his possessions away. Yes, he and God alone. There in that river bank, he is by himself with God. He and God alone. He and God alone. Why? Why? Hallelujah. എന്തിനാണ് അവൻ തന്നെയായിരിക്കുന്നത്? Why is he alone? Because son, hallelujah, encountered that God wanted to do in his life. Because he is alone, because God allowed to be alone, because God wanted to do some encounters in his life. ദൈവനെ തൊടുവാൻ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ ഒറ്റയായത്. God wanted to touch him, hence why God brought him to a place that he is alone. അങ്ങനെ യാക്കോബ് യാബോക്കിന്റെ നദീതടാകത്തിൽ വേറിട്ട് ദൈവവുമായി ഇടപെട്ടു. And you know, because so there in the bank of Yaakov, there Jacob had an encounter with ആ God. ബന്ധമാണ് അവനെ ഇസ്രായേലാക്കി മാറ്റിയത്. And that relationship, that encounter that they had in the river bank is what transformed Jacob ഇവിടെ into നിങ്ങൾ ഒരു ദൂത് Israel. ഞാൻ അറിയിക്കട്ടെ. Let me share a prophecy with you. ഒരു ദൂത് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. Let me share a prophetic voice with you. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലും ഹല്ലേലൂയ നീ ഒറ്റയെന്ന് മനസ്സിലാക്കിയാൽ ഓർത്തുകൊള്ളണമേ, പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്നെ പണിയുവാനാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. Let me tell you, if you are in a situation or season in your life where you are feeling alone, let me tell you, the Holy Spirit has taken that situation and is reminding you that the Holy Spirit is building you. അവിടെ നിനക്ക് ദൈവവുമായി ബന്ധമുണ്ടായാൽ, And in that river, in that loneliness, if you have an encounter with God, അവിടെ നീ ദൈവവുമായി പ്രാർത്ഥിച്ചാൽ, and in that season of loneliness you pray to God, അവിടെ നീ ദൈവത്തെ ആരാധിച്ചാൽ, and in that season of loneliness you worship God, അവിടെ നിന്ന് നിന്നെ മറ്റേ തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു കരത്തെ ആത്മാവിൽ ഞാൻ കാണുകയാണ്. in my spiritual eyes I can Jesus. see a hand of God that will come to transform you. Your into the next stage of your tears life. will bring a reward. And your tears will bring great Your reward. cry will bring a Your reward. cry will bring great Your reward. worship in the presence of God will bring Your reward. worship will bring reward in the presence of God. Hallelujah. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം അവൻ കൊണ്ടുവരും. Your life will be transformed. നിന്റെ ഭാഷ മാറും അവിടെ. Your language will be changed. നിന്റെ പ്രകൃതി മാറും അവിടെ. Your environment will be നിന്റെ changed. സ്റ്റാറ്റസ് മാറും Your അവിടെ. status will change. നിനക്കൊരു കാര്യം അറിയാമോ? Do you know one thing? യാബോക്കിന്റെ ആ നദിയുടെ തടാകത്തിൽ വെച്ച് ദൂതൻ അവനെ തൊട്ടു എന്ന് വചനം പറയുന്നു. The Bible says in that river bank the angel of the Lord touched Jacob. Hallelujah. Genesis chapter 32 verse 25 says that the angel of the Lord touched his hip. The Bible says the angel of the Lord touched the hip of Jacob. Hallelujah. Hallelujah. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്. The Bible says this. Hallelujah. അവിടെ ദൂതൻ തൊട്ടപ്പോൾ ഹല്ലേലൂയ നേരെ ചുവെ നടന്നവൻ പിന്നെ ഞൊണ്ടി ഞൊണ്ടി നടക്കാൻ തുടങ്ങി. You know, the Bible says when the angel of the Lord touched the socket of Jacob, you know what happened? The man who was standing straight suddenly started limping. Sudden dislocation. Sudden dislocation in his hip. Intense pain. An intense pain in his hip. Hallelujah. Physical weakness. Physical weakness for Jacob. Hallelujah. Hallelujah. അവൻ ഇങ്ങനെ നേരെ നടന്നവനായിരുന്നു. So Jacob was a person who was walking strongly in both his legs. ഞാൻ ആരോ എന്ന് പറഞ്ഞ് നടന്നവൻ. He was thinking he was someone. എനിക്ക് എന്തെല്ലാം കഴിയുമെന്ന് അവൻ He was ചിന്തിച്ചവൻ. thinking that he could do something with his power എനിക്ക് and knowledge. ആരെയും വഞ്ചിക്കാൻ പറ്റുമെന്ന് അവൻ ചിന്തിച്ചവൻ. He thought he can fool anyone. Hallelujah. Hallelujah. ഞാൻ ഇവനെ നിൽക്കുന്ന അവൻ ഓർത്തെ. He thought he's going to stand. അവൻ അവന്റെ ശക്തിയിൽ ആശ്രയിച്ചവനാണ്. He thought he can rely on his strength. എന്നാൽ യാബോക്കിന്റെ
നദിതീരത്തിൽ ദൂതൻ അവനെ തൊട്ടപ്പോൾ ഹല്ലേലൂയ നേരെ ചൊവ്വെ നടന്നവന് ഞൊണ്ടി ഞൊണ്ടി നടക്കുവാനിടയായി. And remember a person who was walking straight and strong and relying on his own strength, but when the angel of the Lord came and touched his hip, a man who relied on his own strength started limping like This a was man. not to destroy him, but to break his self-reliance. It was not a punishment, but it was something to break his self-reliance. Hallelujah. Hallelujah. അവന്റെ ഈഗോ എടുത്ത് മാറ്റുവാൻ, His ego was taken away. ഞാനെന്ന ചിന്ത അവനിൽ നിന്ന് മാറ്റുവാനാണ് A ദൈവം thought or an ego of you are someone has been taken away from Jacob. Hallelujah. He could no longer fight with the angel of the He could Lord. no longer fight because of his dislocated hip. He could not fight with the angel of the Lord. He could only cling to God. He could only cling to God. He could only cling to God. He could only cling to the person. Before the touch, he wrestled with God. Before the touch, he wrestled with God. After the touch, he clung to God. After the touch and the hip dislocation, he clinged onto the Lord. Hallelujah. 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 He received a permanent limb. He received a permanent limb. Verse 32, verse 31 says. Verse 32, verse 31 says. Hallelujah. Chapter 32, verse 31 says. Chapter 32, verses 31. says. What it says. The sun rose above him as he passed beneath, and he was limping because of his hip. Amen. കണ്ടില്ലേ അവൻ ഞൊണ്ടനായി മാറി. There he became a limp person with limp. Hallelujah. Hallelujah. He carried this limb for the rest of his life. And he carried this limp the rest of his life. It's a reminder of God's voice. Remember, this limp in his life is a reminder of God's voice that came. It's a reminder not to depend upon your strength or power, but depend upon God. When the dislocation on his hip is a reminder that don't rely on your own strength, but depend upon God. God can change anybody. God can change anyone. God can change anybody. God can change anyone. Come near to God. Come near to God. ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് വന്നാൽ And when you come near to God, ദൈവവുമായി മാത്രം ഒരു ബന്ധം നീ it is പുലർത്തണം. only with God you need a good relationship. ഹല്ലേലൂയ. ഇപ്പോഴും നടക്കുമ്പോഴൊക്കെ ഓർക്കും എന്റെ ദൈവം എന്നെ തൊട്ടു. You know, and now what happened? Now every time Jacob walks, he's walking with a limp, which makes him realize that I've been transformed. Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്റെ ശക്തിയിൽ ഞാൻ നടക്കരുത്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ഇപ്പോൾ അവനെ Every അറിയാം. time he limps, he's remembering that I should not walk in my strength, but I should walk in the strength ഇന്ന് of God. പകൽക്കാലം എത്ര പേര് ആത്മാർത്ഥമായി പറയും ഞാൻ എന്റെ കർത്താവിൽ ആശ്രയിക്കും. How many of you are able to say sincerely by your heart today morning, ഇന്ന് God, I will walk by your നിനക്ക് ഇന്ന് strength. ആരോഗ്യമുണ്ട്, ആരോഗ്യത്തിന് സ്തോത്രം പറഞ്ഞാൽ. You know, you have health today. Say thank you to Lord. ഇന്ന് നിനക്ക് സന്തോഷമുണ്ട്, ആ സന്തോഷത്തിന് സ്തോത്രം പറഞ്ഞാൽ. You are happy today. Say thank you to the Lord. അതൊന്നും നിന്റെ വകയല്ല കേട്ടോ. Remember, what happiness and the health that you have is not from you. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. It is a gift from the Lord. that It's is a given gift to of you. God. It is a gift of the It's Lord. a that is gift given. of God. It is a marvelous gift of the അത് Lord. നീ ശ്വസിക്കുന്ന വായു ദൈവത്തിന്റെ. The breath that you have in your nose is a gift of the Lord. ഹല്ലേലൂയ. എന്തെങ്കിലും നന്മ ഇന്ന് നീ പ്രാപിച്ചെങ്കിൽ അത് ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. Any blessings that you have received in your life, അത് remember that മറന്ന് it's a gift of the Lord. ഒന്നും നമ്മൾ പറയരുത്. Don't forget this gift of the Lord and speak. ഹല്ലേലൂയ. Hallelujah. എന്റെ മിടുക്ക് കൊണ്ടാണ് ഇത് സംഭവിച്ചെന്ന് പറയരുത്. You don't say it is by my might I did all these things. ഹല്ലേലൂയ. ഞാൻ പഠിച്ചതുകൊണ്ടാണ് ഹല്ലേലൂയ എന്ന് പറയരുത്. Never say that because I studied I got the job. ഹല്ലേലൂയ. ഞാൻ അവിടെ പോയതുകൊണ്ട് അച്ചീവ് ചെയ്തുകൊണ്ടാണെന്ന് പറയരുത്. Never say that I went to this place and I achieved it because I went. ദൈവം തന്നതുകൊണ്ടാണ്. It is because God has given it to ഇന്ന് you. മുതൽക്കാല കരങ്ങളൊന്ന് ഉയർത്തിയേ. Can you lift your hands up to എല്ലാ the കരങ്ങളൊന്ന് heavens? ഉയർത്തിയേ. Can you lift your hands up to heaven? ദൈവം തന്ന ദാനങ്ങളൊന്ന് ഓർത്തേ. And just remember the blessings that you കർത്താവേ have been. സ്തോത്രം എന്ന് പറഞ്ഞേ. And can you say, God, thank you, God, for ഈ the ആരോഗ്യത്തിനായി സ്തോത്രം. Father God, thank you, Lord, for the health that I have. ഈ സൗഖ്യത്തിനായി സ്തോത്രം. Thank you, God, for the healing that I എനിക്ക് have. തന്ന കുടുംബത്തിനായി സ്തോത്രം. Thank you, God, for the family that I have. എനിക്ക് തന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. Thank you, God, for the children I have. എന്നെ സ്നേഹിക്കുവാൻ എന്നോട് കൂടെ നിൽക്കുന്ന ജനത്തിനായി Thank സ്തോത്രം. you, God, for the people that love me that I have. ഉപരിതലത്തിൽ തന്ന ജോലിക്കായി സ്തോത്രം. Thank you, God, for the job that I have. പാർക്കാൻ തന്ന ഭവനത്തിനായി സ്തോത്രം. Thank you, God, for the roof that I have over my head. കൂടെ വസിപ്പാൻ തന്ന അത് ഭാര്യയ്ക്കായി മക്കൾക്കായി സ്തോത്രം. Thank you, Father God, for the husband
പറയുവാനുണ്ടെങ്കിൽ ദൈവമല്ലാതെ മറ്റൊന്നുമില്ല. Now if Jacob has something to say and to praise, he is only praising God, because he says everything that I have has been given to me by my God. Hallelujah. യാക്കോബിനെ ദൈവം മാറ്റി. Jacob was transformed. യാക്കോബിന്റെ ഭാഷ ഇപ്പൊ മാറി. Jacob's language changed. യാക്കോബിന്റെ പ്രവൃത്തി ഇപ്പൊ മാറി. Jacob's actions changed. ആറ്റിറ്റ്യൂഡ് മാറി. Jacob's attitude changed. ചിന്താഗതി മാറി. Jacob's thought process changed. A total change. A total transformation of Jacob. ഇപ്പോഴാണ് ദൈവത്തിന് മോശയോട് പറയാനുള്ളത്. And now God has something to say to Jacob. I am the God of Abraham. And now God said to Moses, I am the God of Abraham. I am the God of Isaac. I am the God of Isaac. I am the God of Jacob. And now I am the God of മാറ്റം Jacob. വന്നവനാണ്. Because Jacob now is transformed. Hallelujah. Hallelujah. I'm so happy to call in the God of Jacob. God is telling him, happy to be known as the God of Jacob. ചില സ്ഥലങ്ങളിലേക്ക് ദൈവം നമ്മളെ പറഞ്ഞയക്കും. Sometimes God will send you to certain places. അവിടേക്ക് ദൈവം ആരെന്ന് നിന്നിൽ കൂടി വെളിപ്പെടുവാനവനാണ്. And in that places, God wants to be revealed as your God in that place. ഈ യാക്കോബിനെ കുറിച്ച് ഒരിക്കൽ ദൈവം ഒരു ഉപമയിൽ കൂടി ദൈവം വെളിപ്പെടുത്തി. You know, this message of Jacob was explained by God in an example. In an illustration. In an illustration. To a prophet called Jeremiah. To a prophet called Jeremiah. ഒരിക്കൽ യെരമ്യാവിനോട് ദൈവം പറഞ്ഞു. To a prophet to Jeremiah, God said, യെരമ്യാവേ, ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുക. God said to this prophet Jeremiah, I'm going to send you into a place. നീ ഒരു കുശവന്റെ വീട്ടിലേക്ക് പോ. You're going into a potter's house. You're going into a potter's house. കുശവന്റെ വീട്ടിലേക്ക് നീ പോകണം. And you're going into a potter's house. Hallelujah. Not to preach, not to preach, but to prepare a message. But to prepare a message. എന്തുവല്ലേ? Hallelujah. Hallelujah. യെരമ്യാവ് ഒരു പ്രവാചകനാണ്. He is a prophet of God. അവനൊരു പ്രാസംഗികനാണ്. He is a preacher of the word. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, but God is telling the prophet, now I'm sending you to the potter's house, not to preach there. Now I'm sending you to the potter's house not to preach there. But you will get a message, a revelation from there. But when you go to that potter's house, you will see something and you will get revelation. Hallelujah. 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 ചില സ്ഥലങ്ങളിലേക്ക് ദൈവം നമ്മളെ പറഞ്ഞയക്കുന്നത് പ്രസംഗിക്കാനല്ല, അവിടെ എന്തോ പഠിക്കാനാണ്. You know, sometimes God sends you to certain places not to teach or preach something there, but to teach you certain things. Amen. Hallelujah. 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 യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ പഠിക്കാൻ? You know why God has sent you to university is for you teach you something. ചിലവരുമായിട്ട് ബന്ധങ്ങൾ തരുമ്പോൾ മനസ്സിലാക്കണം അവിടെ എന്തൊക്കെ ദൈവം പഠിപ്പിക്കും. And when God gives you new encounters and meet people you meet, remember God is trying to teach you something. പുതിയ സ്ഥലങ്ങളിലേക്ക് ദൈവം പറഞ്ഞു വിടുമ്പോൾ ചിലപ്പോൾ പ്രസംഗിക്കണം, ദൈവം പറഞ്ഞാൽ മിണ്ടാതിരിക്കണം, ചില പ്രസംഗം പ്രിപ്പയർ ചെയ്യണം. And you know, sometimes God might send you into places when God asks you to preach, you need to be preaching. When God asks you to keep quiet, you need to be quiet. When God asks you to do something, you need to do. Hallelujah. Hallelujah. ഇപ്പോൾ യെരമ്യാവ് കുശവന്റെ വീട്ടിൽ. Now Jeremiah goes into the house of the potter. അവിടെ ചെന്നപ്പോൾ കുശവന്റെ കയ്യിൽ പാത്രം, കളിമണ്ണ് പാത്രത്തെ അല്ലെങ്കിൽ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കുശവനെ കാണാം. And when now the scene that Jeremiah is seeing, Jeremiah is entering the potter's house and he's seeing the potter mending the clay. Hallelujah. Hallelujah. ഉറങ്ങിക്കിടക്കുന്ന ഒരു കുശവനെ അല്ല യെരമ്യാവ് കാണുന്നത്, ഉണർന്നിരുന്ന് പണിയുന്ന ഒരു കുശവനെ യെരമ്യാവ് കാണുകയാണ്. When Jeremiah walks into the house of the potter, he's not seeing a potter that is sleeping, but he's seeing a potter that is building. Hallelujah. Hallelujah. ഇപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുശവൻ പണിതുകൊണ്ടിരിക്കുകയാണ്. And when he's seeing the potter is building the pot. Hallelujah. Hallelujah. And God asked Jeremiah, did you understand anything with what you're seeing? Do you understand what the potter is doing? കുശവന്റെ കയ്യിൽ അല്ലെങ്കിൽ കുശവൻ കളിമണ്ണിനെ എടുത്ത പാത്രം മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കളിമണ്ണ് ആ പാത്രം ഉടഞ്ഞു പോകുന്ന കാഴ്ചകളാണ്. And you know what Jeremiah is saying is that the potter is mending the clay, and suddenly the clay that was the clay that the potter was mending suddenly breaks. Hallelujah. Hallelujah. കുശവൻ പാത്രത്തെ ഉണ്ടാക്കി പാത്രം ഉടഞ്ഞു പോകും. That the potter made the pot and broke.
ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ ചിന്ത വേറെ പോകരുത്. Don't let your attention go away. ഇവിടെ യാക്കോബിനെ കുറിച്ചുള്ള ദൃശ്യമാണ് പറയുന്നത്, ഒരു illustration ആണ്. This is an illustration of Jacob. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ അത് യെരമ്യാവിനോട് ദൈവം പറയുന്നത്. And God is telling this Jacob's illustration. ഞാൻ യാക്കോബിനെ എങ്ങനെ ആക്കി തീർത്തു എന്ന് പറയാനാണ് ഇത് പറയുന്നത്. God is showing this to Jeremiah to say how I transformed Jacob. ഹല്ലേലൂയ. യെരമ്യാവേ, നീ കണ്ട കാഴ്ചയില്ല. You know, Jeremiah, you see what you see നീ is, കുശവനെ കണ്ടു. you saw the potter, കുശവന്റെ കൈ പണിയുന്നത് നീ you കണ്ടു. saw his hands building the pot, കുശവന്റെ കയ്യിലുള്ള പാത്രം ഉടഞ്ഞു പോയത് നീ കണ്ടു. you saw that the hand that pot that the potter was building broke. ഹല്ലേലൂയ. ഉടഞ്ഞു പോയ ആ പാത്രത്തെ കുശവൻ എടുത്ത് കളയുന്നില്ല, ഉടഞ്ഞതിനെ പണിതുകൊണ്ടിരിക്കുക. You know, the potter did not throw the pot that was broken, but the potter, what he did, he started building the pot that was broken. പണിയുന്നതും ദൈവമാണ്, പണിയുന്നതും ദൈവമാണ്. God is the one who builds, അവന്റെ കയ്യിലാണ് പണിയുന്നത്. and in his hand he builds, ഉടഞ്ഞതും അവന്റെ കയ്യിലാണ്. and even if it breaks in his hands. Hallelujah. Hallelujah. എന്നാൽ ആ ഉടഞ്ഞതിനെ ദൈവം വേണ്ട എന്ന് കാണുന്നു. But you know, when you break in God's hands, he doesn't throw it away. അതിനെ പിന്നെയും ദൈവം എടുത്ത് And പണിയും. again he starts building you again and again. ദൈവത്തിന്റെ കയ്യിലാണ്. You are in God's hands. നീ ദൈവത്തിന്റെ കയ്യിൽ You ഭദ്രനാണ്. are safe in God's hands. Hallelujah. ഉടഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. You might have experiences in your life like breaking the pot. തകർന്നു പോകുന്ന അനുഭവങ്ങൾ You ഉണ്ടാകും. might have experiences in your life where you are broken and shattered. നിന്റെ കുടുംബത്തെ നോക്കുമ്പോൾ When you look at your family, ഉടഞ്ഞു പോയ അനുഭവം പോലെ you might കണ്ടേക്കാം. see circumstances, situation where the family has been broken. Hallelujah. നിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ When you look at your own life, ഉടഞ്ഞതുപോലെ കണ്ടേക്കാം. you may see situations in your life that are broken. As long as you are in the hand of the potter, you will not be ignored. You will not be rejected. Hallelujah. Hallelujah. Stop. Hallelujah. നീ ആ കുശവന്റെ കയ്യിൽ ഉടഞ്ഞു പോയ പാത്രമാണെങ്കിലും കുഴപ്പമില്ല, വീണത് അവന്റെ കയ്യിലാണെങ്കിൽ അവൻ അതിനെ പിന്നെയും പണിതു. Does it matter whether you have been broken many times? As long as you remain in the hand of the potter, he will keep and keep on building. അവന്റെ കയ്യിൽ നീ ഭദ്രമാണ് കേട്ടോ. In his hands you are safe. നിന്റെ കുടുംബം ഭദ്രമാണ്. In his hands your family is അവന്റെ safe. കയ്യിൽ നിന്റെ മക്കൾ ഭദ്രമാണ്. In his hands your children are അവന്റെ safe. കയ്യിൽ നിന്റെ ഉദ്യോഗം ഭദ്രമാണ്. In his hands your qualification is safe. അവന്റെ കയ്യിൽ നിന്റെ സന്തോഷം ഭദ്രമാണ്. In his hands your joy is safe. അവന്റെ കയ്യിൽ നിന്റെ ഫ്യൂച്ചർ ഭദ്രമാണ്. In his hands your future is safe. കടന്നു പറയട്ടെ, അവന്റെ കയ്യിൽ നിന്റെ രക്ഷ ഭദ്രമാണ്. And let me tell you one more thing, and the most important thing, your salvation is safe in his hands. ദൈവം യെരമ്യാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. And the question that God asked Jeremiah is very notable. Jeremiah chapter 18 verse 6. Jeremiah chapter 18 verse 6. എന്താണ് അവിടെ പറയുന്നത്? What does it say? Jeremiah chapter 18 verse 6. He said, He said, "Can I not do with you, Israel, as Ah. this potter does?" ആമേൻ. ഹല്ലേലൂയ. മലയാളത്തിൽ അത് വായിക്കാം. ഇസ്രായേൽ 18ന്റെ 6. ഇസ്രായേൽ ഗ്രഹമേ ഈ കുശവൻ ചെയ്തതുപോലെ ഇസ്രായേൽ ഗ്രഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിന്നോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ? എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ ഇത് കഴിയുകയില്ലയോ Here God is യഹോവയുടെ അരുളപ്പാട്. എന്നാണ് ദൈവത്തിന്റെ അരുളപ്പാട്. Here God is telling Jeremiah, look at the pot. You saw the potter, and God says to Jeremiah, can I not do with you, Israel? ഇസ്രായേൽ, അവിടെ ജേക്കബ് എന്നാണ് നിങ്ങൾ എഴുതണം. You know, in that Bible you need to write Jacob in brackets. ഹല്ലേലൂയ. Hallelujah. കാരണം പറഞ്ഞ ഈ ഇസ്രായേൽ പറഞ്ഞ യാക്കോബിനെയാ. Because this Israel that mentioned here is Jacob. യാക്കോബേ, ഹല്ലേലൂയ. Can I not do with you, Jacob, Ah. as the potter does? ഹല്ലേലൂയ. ഒരു കുശവൻ എങ്ങനെ തന്റെ കയ്യിൽ ഉടഞ്ഞു പോയതിനെ തിരിച്ചു പണിത് മാനമാക്കി മാറ്റുന്ന നിലയിൽ ഞാൻ യാക്കോബായ നിന്നെ എത്ര ഉടഞ്ഞാലും എന്റെ കയ്യിൽ ഇരിക്കുന്നത്രത്തോളം കാലം നിന്നെ റിജക്ട് ചെയ്യത്തില്ല. ഞാൻ നിന്നെ മാറ്റി വെക്കത്തില്ല. നീ വേസ്റ്റ് ആകുകയില്ല. ഞാൻ നിന്നെ ഉപരോധമാക്കി മാറ്റും. The Bible says, as long as you are in the hands of the Lord,
He will not throw you. He will not reject you. He will not hide his face. He will build you over and over again. യാക്കോബിനെ ദൈവം പണിതതാ. Just like how God built Jacob. യാക്കോബിനെ ദൈവം പണിതെടുത്തതാ. God built Jacob. ഇപ്പോൾ ദൈവം ഈ ജാതി ഒരു ദേശമാക്കി ദൈവമാക്കി. And from Jacob he made him into a great nation. ആ ദേശത്തിന്റെ പേരാണ് ഇസ്രായേൽ. And that nation is called Israel. ഇപ്പോഴും ആ ഇസ്രായേലിനെ ദൈവം പണിയുമല്ലേ? And look at that Israel even today. Isn't God building it? അതിൽ എന്തെല്ലാം വൈരികൾ എത്രയെല്ലാം തടസ്സപ്പെടുത്തിയാലും അതിൽ ഇസ്രായേലിന്റെ ചുറ്റും 26 രാഷ്ട്രങ്ങൾ ഒരുമനപ്പെട്ട് അതിൽ നിന്നാലും അതിന്റെ ഇടയിലും പണിയുന്ന ദൈവത്തിന്റെ കരവിരുതുകൾ എത്ര അത്ഭുതമാണ്. Let me tell you, there is a land country called Israel. There are 26 countries that come against them time and time again. In midst of all the war and everything that comes, God is building them in between those troubled In times. the world map you can see a dot that is called Israel, only a tiny hallelujah nation called Israel. Hallelujah, now they stood strong. It's nothing but the hand of God is backing them up. It's the hand of God that is backing that Israel up. Hallelujah. Hallelujah. God is still building there. God is still building Israel. Hallelujah. Hallelujah. അതുകൊണ്ടാണ് അവർ ഇനിയും തകർന്നു പോകാതിരിക്കുന്നത്. That is why even to this day they are not being able to destroy. എത്രയൊക്കെ മനസ്സിലാകുന്നു? How many of you are able to understand? ഇന്നും അവർ തകരാതിരിക്കുന്നതിന്റെ കാരണം അതിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന്. You know the reason why they are such a small country is not destroyed is because, let me tell you, is because the hand of God is behind them. എന്നാൽ ഒരു ആത്മീക സത്യം കൂടി അതിന്റെ കൂടെ ഞാൻ ചേർന്ന് പറയാം. But I'm going to say a spiritual truth along with it. നിങ്ങളാണ് പുതിയ നിയമ ഇസ്രായേൽ. And you and I are the new Israel. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുതിയ നിയമ ഇസ്രായേൽ. You are the New Testament Israel. നമ്മളെയാണ് ദൈവം And പണിതുകൊണ്ടിരിക്കുന്നത്. God is building you and I. ആരെല്ലാം തടസ്സമായാലും എന്തെല്ലാം പ്രതികൂലം നിനക്ക് ചുറ്റിലും വാരി വിതറിയാലും ഹല്ലേലൂയ നിന്നെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. ഈ വചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഒരു ദൂത് നിന്നോട് പറയട്ടെ, നീ കർത്താവിന്റെ കരത്തിൽ അവന് വീണുവെങ്കിൽ നിന്നെ ഭദ്രമാക്കുന്ന, നിന്നെ സൂക്ഷിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗ്ഗം. Let me tell you, like the New Testament Israel, if you are in the hand of God, let me tell you, you will be protected regardless of how many people or what powers come against you. Hallelujah. Hallelujah. You will be stronger. You will be stronger than You ever. will be stronger. You will be stronger You than will be ever. mighty. You will be mightier than You ever. will be powerful. You will be powerful than ever. Hallelujah. Hallelujah. Don't rely on your strength, Don't rely on your strength, but rely on the hand of but God. rely on the hand of God. Trust Him. Trust Him. Trust Him. Trust Him. But hallelujah, always trust God. Always trust God. Bible The says, Bible says, ഇപ്പോഴോ യാക്കോബേ, now Jacob, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്. I built you. Hallelujah. Hallelujah. സൃഷ്ടിച്ചവനെ നമ്മൾ ഓർക്കണം. You need to remember your Creator. സൃഷ്ടിച്ചവന് വേണ്ടി നമ്മൾ ജീവിക്കണം. You need to live for your Creator. Not that monkey become a man. Not that a monkey become a man. Hallelujah. Hallelujah. മങ്കിയിൽ നിന്ന് വന്നതല്ല ഹല്ലേലൂയ മനുഷ്യൻ. Man did not come from a monkey. ഹല്ലേലൂയ. അത് ലോകമാ പറയുന്നത്. That's what the world says. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. The Bible says God made you and എന്നെ I. എപ്പോഴും വണ്ടർ ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. And there is something that always wonders കൊരയിൽ me. നിന്ന് മനുഷ്യനുണ്ടായില്ല, എന്തുകൊണ്ട് ഇപ്പോഴും കൊരയിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്നില്ല? I always wonder, if man came out from monkey, why doesn't the monkey evolve to man now? ഹല്ലേലൂയ. പറ്റുന്നില്ലല്ലോ. It can't. ഹല്ലേലൂയ. Hallelujah. അതാണ് ഞാൻ പറഞ്ഞത്, ആത്മീക സത്യങ്ങളെ നമ്മൾ That മനസ്സിലാക്കണം. is why I said you need to understand truth You spiritually. are the creation of God. You and I are the creation of നമ്മുടെ God. ദൈവം മണ്ണുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്. God made you and I with sand, with Dust, soil, dust. with dust. Hallelujah. Hallelujah. നമ്മൾ മൺതരികളാണ്. You are dust particles. Hallelujah. ദൈവം അതുകൊണ്ടാണ് ഈവൻ മെഡിക്കൽ പോലും പ്രൂവ് ചെയ്ത് നിന്നിൽ അയനുണ്ട്. That's what the Bible says. There is iron in your body. നിന്നിൽ മണ്ണിന്റെ സത്വ ഗുണങ്ങളുണ്ട്. There are properties of soil in your body. Hallelujah. കാരണം അതിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിച്ചത്. Because it is from that you have been made. Hallelujah. Hallelujah. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ, ഈ ശരീരത്തിൽ നീ എപ്പോഴും കാണത്തില്ല. Remember one thing, you will not always live in this body, The earthly body. Hallelujah. 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 നിങ്ങൾക്കൊരു കാര്യം പറയാം. Do you know one thing?
നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ആക്രി കച്ചവടക്കാരുണ്ടായി. In India, years back, Yes, there are still people that collect waste, Yes, hallelujah. scrap materials. Old vessels. They collect old vessels and any Hallelujah. scrap. Useless vessels. They collect all the useless vessels. Aluminium. They collect aluminium. They collect plastic They collect vessels. plastic vessels. They collect steel. They collect steel. You know why? You know why? They will take it to their company and make it recycle it. They will take it to their company and recycle it. അവിടെയൊക്കെ ഒരു അലുമിനിയവും ഒരു സ്റ്റീലും അവിടെയൊക്കെ ഒരു ഇരുമ്പും അവിടെയൊക്കെ പിന്നെയും തിരികെ മെനയും. You know, there the same steel that never had shininess will be renewed and made into new. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? And do you know one thing? ഒരു ആക്രി കച്ചവടക്കാരനും There is no scrap collector ഒരു മൺപാത്രത്തെ എടുക്കാറില്ല. that they never take clay pots. ഹല്ലേലൂയ. അവർക്കത് വേണ്ട. They don't want clay pots. എന്നാൽ മൺപാത്രമായി നമ്മളെ സ്വീകരിക്കുന്ന ഒരു സംഭവം. But there is one maker, one potter that will take you and I, the clay pot. And that is the Heavenly Father. ഹല്ലേലൂയ. Hallelujah. അവന് നമ്മളെ വേണമെന്ന്. Because a broken clay like you and I, He needs it. നമ്മളെ തിരിച്ചു പണിയുമെന്ന്. Because He wants to rebuild it. നമ്മളെ പവർഫുൾ He ആക്കുമെന്ന്. wants to make you powerful. നമ്മളെ ശക്തരാക്കി He wants to മാറ്റുമെന്ന്. make you strong. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്. And that's why God says, I am your ഞാൻ creator. നിന്റെ വീണ്ടെടുപ്പുകാരനാണ്. I am your redeemer. നിന്നിൽ ഞാൻ പണിത് നിന്നെ ഞാൻ ഇസ്രായേലാക്കി And I മാറ്റി. will build you and make you in Israel. ഹല്ലേലൂയ. Hallelujah. നീ വലിയ ഒരു വ്യക്തിത്വത്തിന് ജാതിക്ക് ഒരു വലിയ ഹല്ലേലൂയ ഹല്ലേലൂയ നേഷന് തുല്യമായി മാറും. You are going to be like a nation. നമ്മളെ പണിയുന്ന ഒരുവനുണ്ട്. Because there is one that builds എല്ലാ you. കണ്ണുകളും ഒരു നിമിഷം All eyes closed. എല്ലാ കണ്ണുകളും All eyes closed. ഹല്ലേലൂയ. നമ്മളെ പണിയുന്നവരുണ്ട്. We are going to look at the one who builds. നമ്മളെ പണിയുന്നവരുണ്ട്. Because there is a one who builds. നമ്മളെ പണിയുന്നവരുണ്ട്. There is a one who builds. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of you have that desire? ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? How many of you want that desire in this എന്നെ ഒന്ന് place? പണിയണമേ. That you are praying to എന്നെ God ഒന്ന് build പണിയണമേ me. എന്ന്. God build me. എന്നെ ഒന്ന് പണിയണമേ. God build me. എന്നെ ഒന്ന് പണിയണമേ. God build me. എന്റെ ഹിതം പോലെ അല്ല, God not according to my will, അങ്ങയുടെ ഹിതം പോലെ but according to your will. അങ്ങ് പണിയണമേ. Lord build me. എന്റെ ഇഷ്ടം പോലെ വേണ്ട, Not according to my wishes, അങ്ങയുടെ ഇഷ്ടത്തിൽ എന്നെ പണിയണമേ. but God build me according to your എല്ലാ desire. കണ്ണുകളും അടയട്ടെ. All eyes closed in this എല്ലാ place. കണ്ണുകളും അടയട്ടെ. All eyes closed in this place. വളരെ ശാന്തതയുടെ വചനം കേട്ടുകൊള്ളേ. Listen to this word carefully. വളരെ ശാന്തതയോടെ Listen to this word. പരിശുദ്ധമായ തൊട്ട് The സംസാരിക്കുന്നു. Holy Spirit is touching someone in നിന്റെ this place. ഇന്നത്തെ അവസ്ഥ ദൈവം മാറ്റുമെന്ന് ദൈവം പറയുക. The God is saying clearly and loudly that God is going to change the circumstances of your life. ദൈവം ആരെയൊക്കെയോ ഹല്ലേലൂയ മറ്റ ജനങ്ങൾ കാണത്തക്ക നിലയിൽ ചിലരുടെ തലകളെ ഉയർത്തുമെന്ന് ദൂത് കൈമാറിക്കൊണ്ടിരിക്കുക. God is sharing a prophecy with people sitting here is saying, God is saying, He is going to lift up your head in front of certain group of people. നിന്നെ ഉയർത്താൻ പോവുകയാണ്. And that God is going to lift you up. എന്നാൽ പണിയുന്ന ദൈവത്തിന്റെ കരങ്ങൾ കൊടുക്കുവാൻ നിനക്കൊരു സമ്മതം വേണം. But you know what God is telling? You need to have a heart that is willing to submit yourself into the hand of God and say, God build me. എല്ലാ കണ്ണുകളും അടയട്ടെ. All eyes closed in this place. അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ കർത്താവ് എന്നെ ഒന്ന് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കരം ഉയർത്തിയേ. If there is anyone sitting in this place and has a desire and wants to cry out unto the Lord and say, God build me, can you lift up your hands to heaven in this place? No eyes open. ഞാൻ അതിന് അവൈലബിൾ ആണ്. That you are responding by lifting up your hands and saying, God, I'm available to be built. അങ്ങ് പണിയണം. Father God, build me. എന്നെ ഒന്ന് പണിയണം. Father God, build me. എന്റെ ഈ കണ്ണുനീരിന്റെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം Father വരുത്തണം. God, change the circumstances of my tears. എന്റെ ഭാരം, എന്റെ പ്രയാസം, ഇപ്പോഴത്തെ എന്റെ നെടുവെളുപ്പ്, ഇപ്പോഴത്തെ എന്റെ പ്രതികൂലത്തിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തിയാണ്. Lift up the hands be lifted up people that are praying, Father God, that are praying to see the circumstances and the difficulties that they're going through currently to be taken away by Jesus. നിന്റെ കരച്ചിൽ മാറ്റി നിനക്കൊരു സന്തോഷതയും തരാൻ പോവുകയാണ്. God is going to take away your tears and He's going to bring tears of joy. പരിശുദ്ധാത്മാവ് പറയുന്നു, The Holy Spirit is saying നിന്റെ ഇടുക്കത്തെ ദൈവം മാറ്റി വിശാലത തരാൻ പോവുകയാണ്. that your tightness is going to be taken
away and God is going to make you walk into an area of whiteness. പരിശുദ്ധാത്മാവ് The പറയുകയാണ്, Holy Spirit is saying ഗുണം പിടിക്കുകയില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ നിന്റെ തല ദൈവം ഉയർത്താൻ പോകുകയാണ്. that the very people that said to you, you are useless, God is going to say, you are useful in the kingdom of God. പരിശുദ്ധാത്മാവ് The പറയുകയാണ്, Holy Spirit is നീ saying, ഒരു കാലം നന്നാകത്തില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ നിന്നെ അതിശയമാക്കി നിർത്താൻ പോകുകയാണ്. the Holy Spirit is saying, when people told your face that you will never prosper, you will never be anywhere, the Holy Spirit is saying, God is going to prosper you. പരിശുദ്ധാത്മാവ് പിന്നെയും ഒരു കാര്യം ഇടപെട്ടുകൊണ്ട് The Holy പറയുകയാണ്, Spirit is saying one more thing. നിന്നെ കൊച്ചുതാക്കിയില്ലേ, നിന്റെ ചിലവരുടെ മുന്നിൽ കൊച്ചുതാക്കിയില്ലേ, There are some people in your life that put you down in front of other people. അവരുടെ മുന്നിൽ തന്നെ, In the same front of the അവരുടെ same people. അവരുടെ മുന്നിൽ തന്നെ In same of the front of same people that put you ദൈവം നിന്നെ down. മാനിക്കാൻ പോകുകയാണ്. God is going to honor you. ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. God is going to honor നിന്നെ you. പവർഫുൾ ആക്കാൻ പോകുകയാണ്. God is going to make you powerful. നിന്റെ നിറം നോക്കി, നിന്റെ ഭാഷ നോക്കി, നിന്റെ സ്റ്റേറ്റസ് നോക്കി, ഹല്ലേലൂയ, നിന്റെ പേഴ്സണാലിറ്റി നോക്കി, നിന്നെ തുച്ഛിച്ചവരുടെ മുന്നിൽ എന്റെ കർത്താവ് നിന്നെ ഒരു ഇസ്രായേലാക്കി മാറ്റുമെന്ന് ആത്മാവ് ആലോചന നൽകുകയാണ്. The Holy Spirit is saying, when people looked at the color of your skin, they looked at your language, they looked at your qualification, when they looked at your job, they mocked you. The Holy Spirit is saying, when you give your hand to ആലോചന കർത്താവ് പറയുകയാണ്, the Holy Spirit said, when you give yourself to the hand of God, കരം ഉയർത്തവർ എഴുച്ചു നിന്ന് can you stand up? The people who have lifted up the hands, can you rise up to the feet? പ്രാർത്ഥിക്കാൻ പോകുകയാണ്. We are going to pray for you. ദൈവം നിന്നെ മാനിക്കുമെന്ന്, That God is going to honor you. ദൈവം നിന്നെ മാനിക്കുമെന്ന്, That God is going to honor നിന്റെ you. ഭവനത്തിൽ നിന്നെ മാനിക്കും, Oh, God is going to honor you in your നീ studies. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നെ മാനിക്കുമെന്ന്, God is going to honor you in your workplace. നീ പാർക്കുന്ന ദേശത്ത് നിന്നെ മാനിക്കുമെന്ന്. God is going to honor you in the place that you live in. Jacob, you will never be the same, because I am your creator God. I am your redeemer. I have formed you as Israel. I am a supernatural, hallelujah, changer. I will bring into your life, and you will never be the same. You are not going to cry anymore. You are not going to cry anymore. ഞാൻ നിന്നെ മാനിക്കാൻ പോകുകയാണ്. He is going to honor you. ഞാൻ നിന്നെ മാനിക്കാൻ He പോകുകയാണ്. is going to honor you. It's a prophetical It's word. a prophetical It's a word. prophetical It's word. a prophetical word. എല്ലാവരും കരങ്ങൾ അടിച്ചു ദൈവത്തെ Clap your മഹത്വപ്പെടുത്തുക. hands and praise the Lord, because He is going to come for you. നിർത്താതെ അല്പസമയം നിർത്താതെ Hallelujah. Thank you, Jesus.
പണിതുകൊണ്ടിരിക്കുന്നു. Jesus is building, in the process of building you and I. ദൈവം പണിതുകൊണ്ടിരിക്കുന്നു. Jesus is in the process of building you and I. യാക്കോബ് യാബോക്കിന്റെ നദി തടാകത്തിൽ നിന്നതുപോലെ Just like how Jacob stood in the river bank of Jacob. ദൈവത്തിന്റെ ഒരു സ്പർശനം നിന്നെ മാറ്റും കേട്ടോ. That one touch of Jesus will transform your life. ദൈവത്തിന്റെ ഒരു ശബ്ദം നിനക്ക് വ്യതിയാനം കൊണ്ടുവരും. One word from Jesus will transform your life. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിന്നിൽ മഹത്വമായി. One act of the Lord will change your life. കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചാൽ We give you, only thing you need to do is to give അവനാണ് hands. നമ്മുടെ കുശവൻ. Because He is the potter. അവനാണ് നമ്മുടെ കുശവൻ. He is the potter. അവൻ നമ്മളെ പണിതുകൊണ്ടിരിക്കും. And when you give yourself, He will build you. അവൻ പണിയുമ്പോൾ അതിൽ നിന്ന് മാറരുത്. And when He builds you, don't change. നീ ഏൽപ്പിച്ചാൽ You just give yourself to be built. Hallelujah. എന്റെ പണിയാണ്. And you need to say with your mouth, God build me. പണി. God build me. Hallelujah. പിന്നെയും പിന്നെയും കുശവന്റെ കയ്യിലെ പാത്രം ഉടഞ്ഞു പോയി പലപ്പോഴും ഉടഞ്ഞു പോയപ്പോഴും വേണ്ട എന്ന് വെക്കാതെ കണ്ട് തിരികെ അതിനെ അതിനെ പിന്നെ പണിത് അതിനെ രൂപമാക്കി അതിനെ മാറ്റി അതിനെ യൂസ്ഫുൾ ആക്കിയതുപോലെ പരിശുദ്ധം ഇടപെടുകയാണ്. ഉടഞ്ഞതായ തകർന്നതായ നിന്റെ ജീവിതത്തെ എന്റെ അപ്പച്ചൻ പണിത് നിന്നെ മാനിക്കുമെന്ന് വചനത്തിലുള്ള വെളിപ്പാടിന്റെ ദൂത പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. Let me tell you a revelation. You might be a pot that have been broken time and time and time again, but you are as strong as you remain in the hand of the potter. Let me tell you, our God is a creator God that is building you up to be a pot that is for His kingdom's glory. Hallelujah. ദൈവം തരുന്ന അവസരത്തെ ഗണ്യമാക്കാതെ പോകരുത്. Let me tell you one important and serious thing. When God gives you an opportunity for Him to build you, don't say no. God has given you chances. God has given you multiple chances. Chances after chances. Chances after chances. Still if you are not obeying. Still if you don't obey. If you are going away from the will of Still if you God. choose to ignore and go away. നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുകയും God the potter will let you be. നിന്നെ മാനിക്കുവാൻ കഴിയുകയും God will never be able to build you. നിനക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. You will never be able to see the glory. ദൈവം നൽകുന്ന അവസരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിന്നെ കർത്താവ് ഉയർത്തുമെന്ന്. But when you give yourself in every opportunity to God to be built, let me tell you, He will lift you to be a glorious person. കണ്ണുകൾ അടച്ച പ്രാർത്ഥന. All eyes closed in this place. കരുണയുള്ള ദൈവമേ, And say this prayer. God, Heavenly Father, അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരു കളിമണ്ണെന്ന പോലെ സമർപ്പിക്കും. we give ourselves like a clay into your hands, Lord. ഒരു യാക്കോബിനെ ഒരു ഇസ്രായേൽ എന്ന നിലയിൽ പണിതെടുത്ത ദൈവത്തിന്റെ അദൃശ്യകരം ഇന്ന് പകലിലും ഈ വചനം കേട്ട അങ്ങയുടെ മക്കളുടെ ജീവിതത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. Father God, I thank you, Father God, for the same hand that worked in Jacob's life, that transformed his life, is at work today in this place. Father God, we pray that the same hand will come into work, Lord Jesus. Hallelujah. Hallelujah. യാബോക്ക് നദി തടാകത്തിൽ ഹല്ലേലൂയ യാക്കോബിന്റെ ഹല്ലേലൂയ ജീവിതത്തിൽ ഒരു സ്പർശനം ലഭിച്ചതുപോലെ ഇന്ന് പകലിലും ഈ വചന കേൾവിയിൽ അങ്ങയുടെ സ്പർശനം പ്രാപിച്ച ഞങ്ങളുടെ മക്കളെന്ന നിലയിൽ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കണം. Father God, just like how Jacob experienced touch in the river bank, Father God, we pray that the same touch that the Jacob experienced will be touched on us, and when we leave, we will leave transformed. ആ ഒറ്റ സ്പർശനത്താൽ യാക്കോബിന്റെ ഹല്ലേലൂയ ജീവിത ആകത്തുക മാറിയതുപോലെ അങ്ങയുടെ മക്കളെ ഒരു അത്ഭുത വിഷയമാക്കി അങ്ങ് മാറ്റേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Father God, just like how one touch changed Jacob's life, Father God, we pray one touch will change your children's life and will make them into a great testimony. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. Bless your children, Lord. അങ്ങയുടെ മക്കൾ പാർക്കുന്ന ഭവനത്തെ Bless അനുഗ്രഹിക്കണം. the houses that they stay in. അങ്ങയുടെ മക്കൾ യാത്ര ചെയ്ത വാഹനത്തെ അനുഗ്രഹിക്കണം. Bless the cars that they travel in. അങ്ങയുടെ മക്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ അനുഗ്രഹിക്കണം. Bless their workplaces. അങ്ങയുടെ മക്കളുടെ കർത്താവ് ഇടപെടലുകൾ അനുഗ്രഹമാകട്ടെ. Lord, we pray for their encounters that they have this week. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. In Jesus' name we bless and pray for them. ദൈവ സാന്നിധ്യങ്ങളുടെ മക്കൾക്ക് നൽകാം. Give your presence to your children. സഭയാം കുടുംബത്തെ അനുഗ്രഹിച്ച Bless the church, your ഞങ്ങൾ family. ഇപ്പോൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ സാന്നിധ്യം നൽകണം. As we go, let your presence follow.
യാചന കേട്ടതിന് നന്ദി. Thank you for hearing our prayer. യേശുവിൻ നാമത്തിൽ തന്നെ In Jesus' name.